കോഴിക്കോട് താമരശ്ശേരി പൂനൂരിൽ മധ്യവയസ്കന് വെട്ടേറ്റു. പൂനൂർ കക്കാട്ടുമ്മൽ അബ്ദുൾ മജീദിനാണ് വെട്ടേറ്റത്. പ്രസാദ് എന്നയാളാണ് വെട്ടിപ്പരുക്കേൽപ്പിച്ചതെന്നും മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നുമാണ് മജീദ് പറയുന്നത്. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്നായിരുന്നു. ദിലീഷ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? മജീദിന് സാരമായ പരുക്കുണ്ടോ? ഗോകുൽ, പ്രവിത, ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടുകൂടിയാണ് പൂനൂരിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. പൂനൂർ സ്വദേശിയായിട്ടുള്ള കക്കാട്ടുമ്മൽ മജീദിനാണ് വെട്ടേറ്റിരിക്കുന്നത്. തനിക്ക് മുൻപരിചയമുള്ള പ്രസാദ് എന്ന വ്യക്തിയാണ് തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് എന്നാണ് മജീദ് പറയുന്നത്. അതായത് ഇന്നലെ ഏകദേശം 11 മണിക്ക് ഈ മജീദിനോട് ഈ പ്രസാദിന് നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നെന്നും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പറഞ്ഞു പരിഹരിക്കാമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുമാണ് മജീദ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രസാദിന്റെ കൂടെ പ്രകാശൻ എന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഇരുവരും കൂടി മജീദിനെ പെരിങ്ങളം വയലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവിടെ വച്ച് മദ്യം നൽകിയ ശേഷം കഴുത്തിന് നേരെ കത്തി വീശുകയായിരുന്നു എന്നാണ് മജീദ് പറയുന്നത്. അത് തടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൈമുട്ടിന് മുറിവേറ്റത്. കൈമുട്ടിന് ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഈ രക്തം വാർന്നു നിൽക്കുന്ന മജീദിനെ നാട്ടുകാരും അതുപോലെ ഒരു ഓട്ടോക്കാരനും ചേർന്നിട്ടാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയത്. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മജീദ് എന്തായാലും ഇന്ന് തന്നെ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകും എന്നാണ് അറിയിക്കുന്നത്. ശരി, കോഴിക്കോട് പൂനൂരിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. മധ്യവയസ്കനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമിച്ചയാളെ അറിയാം, മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് തന്നോടെന്നാണ് മജീദ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.